അതാണ് അമിത്ഷായുമായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടന്നിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കൃത്യമാണ് അവിടെ ഉണ്ടായ BJP-CPM ഡീൽ. BJPക്ക് കുറേ സീറ്റുകൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭ്യമാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ആത്മാഭിമാനം അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇടതു ജനാധിപത്യ മുന്നണി വിട്ട് പുറത്തുനിന്ന് പിന്തുണ നൽകാനുള്ള രാഷ്ട്രീയ ആർജവം CPI കാണിക്കണം. കാരണം ഇത്രയും അപമാനകരമായ സ്ഥിതി ഇടതു ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നയപരമായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള തർക്കം നിലനിൽക്കുന്നു. ആ തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പരസ്യമായി വാഗ്ദാനം നൽകുന്നു. ഒരു ചർച്ചയും കൂടാതെ ഏകപക്ഷീയമായി ഒരു സുപ്രഭാതത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞാൽ CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേവലമായ മുഖവിലയ്ക്ക് പോലും CPM കണക്കാക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത്രയും അപമാനം സഹിച്ച് ആക്ഷേപം സഹിച്ച് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് CPMൻ്റെ അധീശത്വം അംഗീകരിച്ചുകൊണ്ട് ഏകാധിപത്യ പ്രവണത അംഗീകരിച്ചുകൊണ്ട് LDFൽ തുടരാൻ കഴിയുക? അതുകൊണ്ട് ആത്മാഭിമാന ബോധം അല്പമെങ്കിലും CPIക്ക് അവശേഷിക്കുന്നു എന്നുണ്ടെങ്കിൽ CPI മുന്നണി വിട്ട് പുറത്തു വരാൻ ഉള്ള രാഷ്ട്രീയ തീരുമാനമെടുക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മാത്രവുമല്ല, ഏറ്റവും രസകരമായിട്ടുള്ള സംഗതി, ഇടതു ജനാധിപത്യ മുന്നണി യോഗം ചേർന്നില്ല, നയപരമായ തർക്കപ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചില്ല. തർക്കം ഉന്നയിക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിലുണ്ടായ ഏറ്റവും വലിയ ഒത്തുതീർപ്പാണ്. ആ ഒത്തുതീർപ്പിന് ആധാരമായ കാര്യമെന്ത് എന്നുള്ളത് മുഖ്യമന്ത്രിയാണ് വിശദീകരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് തങ്ങളുടെ പരമ്പരാഗതമായ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ എന്തുകൊണ്ട് ഗവൺമെൻറ് തയ്യാറായി, CPM തയ്യാറായി എന്നുള്ളത് പിണറായി വിജയൻ പറയണം. ഈ 1100 കോടി രൂപയുടെ നഷ്ടം മാത്രമാണോ അതോ മറ്റു പല കേസുകളിലുമുള്ള ഒത്തുതീർപ്പാണോ എന്നതുകൂടി ജനം സംശയത്തോടു കൂടി നോക്കിക്കാണുകയാണ്. അതാണ് അമിത്ഷായുമായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടന്നിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കൃത്യമാണ് അവിടെ ഉണ്ടായ BJP-CPM ഡീൽ. BJPക്ക് കുറേ സീറ്റുകൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭ്യമാക്കാൻ, കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ BJPയും CPMും തമ്മിലുള്ള അവിഹിതമായ അപ്രഖ്യാപിതമായ ഡീലിൻ്റെ അനന്തരഫലമാണ് സത്യത്തിൽ ഈ ഒപ്പുവെക്കാനുള്ള CPMൻ്റെ രാഷ്ട്രീയ തീരുമാനം, ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അല്പമെങ്കിലും ആത്മാഭിമാനം CPIക്ക് അവശേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇടതു ജനാധിപത്യ മുന്നണിയോട് വിട പറഞ്ഞ് അഭിമാനബോധത്തോടു കൂടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ CPI തയ്യാറാകണം. അതിനുള്ള ആർജവം, ശേഷി CPIയുടെ സംസ്ഥാന കൗൺസിൽ സെക്രട്ടറി ബിനോയ് വിശ്വത്തിനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. വിശ്വസ്ത വിധേയരായി CPMൻ്റെ ചാട്ടവാറടിക്ക് മുന്നിൽ ഒരക്ഷരം പോലും ഉരിയാടാതെ വിശ്വസ്ത വിധേയനായി നിൽക്കാൻ മാത്രമാണ് CPIക്ക് ഇന്ന് കഴിയുന്നത്. 2014 RSPയും സമാന സ്വഭാവത്തിൽ തന്നെയാണ്. ഒരു തർക്കപ്രശ്നം നിലനിൽക്കുന്നു. ആ തർക്കപ്രശ്നം നിലനിൽക്കുമ്പോൾ ചർച്ച ചെയ്യാമെന്ന് പറയുന്നു, അതേസമയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, ചുവരെഴുത്ത് നടത്തുന്നു. ഇങ്ങനെ അപമാനകരമായ അവസ്ഥയിലാണ് RSP ആത്മാഭിമാന ബോധത്തോടുകൂടി ഇടതു ജനാധിപത്യ മുന്നണി വിട്ട് പുറത്തു വന്നത്. സമാന സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ്. അതിനേക്കാൾ ഒരു വികൃതമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. CPI മുന്നണി വിട്ട് പുറത്തു വരാനുള്ള ആർജവം കാണിക്കണം. അഭിമാനബോധത്തോടു കൂടി നിലപാട് സ്വീകരിക്കാനുള്ള നട്ടെല്ലിൻ്റെ കശേരുബലവും ആ ഒരു ആത്മധൈര്യവും CPIക്ക് ഉണ്ടോ എന്നുള്ളത് കേരളം കൗതുകത്തോടു കൂടി കാത്തിരിക്കുകയാണ് കാണാൻ. ബിനോയ് വിശ്വത്തിൻ്റെ ഈ ബഹളമൊക്കെ ചായക്കോപ്പയിലെ ഒരു കൊടുങ്കാറ്റായി മാത്രം അവശേഷിക്കും, ഒരു സംശയവും വേണ്ട. ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവശേഷിക്കും. അവസാനം കേന്ദ്ര നേതൃത്വം, CPIയുടെ കേന്ദ്ര നേതൃത്വവും CPMൻ്റെ കേന്ദ്ര നേതൃത്വവും തമ്മിൽ ചർച്ച ചെയ്യും, ഒരു നിർദ്ദേശം കൊടുക്കും. അതിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കാമെന്നൊന്ന് പറയും. PM ശ്രീ പദ്ധതിയും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവും തുടരും. പിണറായി പറയുന്നതിനും തീരുമാനിക്കുന്നതിനും അപ്പുറത്ത് ഒരു കാര്യവും ഇന്ന് കേരളത്തിൽ തീരുമാനിക്കാൻ, നടപ്പാക്കാൻ LDF ഉണ്ടാകില്ല, CPM ഉണ്ടാകില്ല. പാർട്ടിയും ഗവൺമെൻറ്റും പൂർണ്ണമായും പിണറായി വിജയൻ എന്ന വ്യക്തിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് കേരളത്തിൽ.